പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിന്റെ മോട്ടിവേഷൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അധിക സമ്മർദ്ദം നല്ലതോ മോശമോ? ഉണങ്ങി ഉള്ളിലെ ജ്യൂസ് മുഴുവൻ വറ്റിപ്പോയ ഓറഞ്ച് മിക്സിയിലടിച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമോ? ഇല്ലായിരിക്കാം. ഉള്ളിൽ നന്നായി ജ്യൂസുള്ള ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച്, മുന്തിരി പോലെയുള്ള പഴങ്ങളാണ് ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ആ ജ്യൂസ് ആകട്ടെ പഴങ്ങളെക്കാൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണെന്ന് നമുക്കൊക്കെ അറിയാം. 2.5 പതിറ്റാണ്ട് മുൻപ് ഒരു സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ അറിയുന്ന ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ടായി. അത് കേട്ടറിഞ്ഞ് ഒരു യുവാവ് ഫോൺ വഴി എന്നെ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് അടുത്ത ദിവസം വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം വന്നപ്പോൾ ഒരു കൂട്ടുകാരനെയും കൊണ്ടാണ് വന്നത്. ഇരുവരെയും ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കൂട്ടുകാരൻ കൂടുതൽ നന്നായി പെർഫോം ചെയ്തതിനാൽ അദ്ദേഹത്തെ പ്രൈമറി ക്ലാസ്സുകളിൽ കമ്പ്യൂട്ടർ അധ്യാപകനായും ആദ്യം ബന്ധപ്പെട്ട യുവാവിനെ ഓഫീസ് സ്റ്റാഫായും അപ്പോയിന്റ് ചെയ്തു. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമ്പ്യൂട്ടർ കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും പരിജ്ഞാനമില്ലാതിരുന്നതിനാൽ സ്കൂളിൽ കമ്പ്യൂട്ടർ സംബന്ധമായ തലങ്ങളിൽ എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കിട്ടുന്നതിന് ഈ പുതിയ അധ്യാപകനെയും നിലവിൽ അവിടെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയെയും ഞാൻ ഏറെ ആശ്രയിച്ചിരുന്നു. അവർക്കറിയാത്ത കാര്യങ്ങളാണ് എനിക്ക് ചെയ്തു കിട്ടേണ്ടതെങ്കിൽ അവർ മറ്റാരോടെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചോ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയം അവർ തയ്യാറാക്കുന്നവ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട ഉപകാരപ്രദമായ റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ഞാൻ ജോലി ചെയ്യുകയുമായിരുന്നു. പലപ്പോഴും മറ്റ് അധ്യാപകർ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം അവർ ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അതിലവർക്ക് എന്നോട് പരിഭവം തോന്നാതിരുന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അവർ സ്കൂളിൽ ജോലിക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് വളർന്നുകൊണ്ടേയിരുന്നു എന്ന യാഥാർത്ഥ്യം അന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നോ എന്ന് അറിയില്ല. ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറിപ്പോയതിനു ശേഷവും എന്നോടൊപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിച്ച് മറ്റ് 2 സ്കൂളുകളിൽ കൂടി അദ്ദേഹം എന്നോടൊപ്പം ജോലി ചെയ്തു. പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി സ്വയം കമ്പ്യൂട്ടർ പഠിച്ച് വളർന്നു അദ്ദേഹം ഏഷ്യാനെറ്റ് പോലുള്ള കോർപ്പറേറ്റുകളിൽ ജോലി ചെയ്യാൻ ഇടവന്നുവെന്നതാണ് സത്യം. വെല്ലുവിളികളെ നേരിടാനുള്ള മനസ്സും പുതിയവയോടുള്ള പോസിറ്റീവായ തുറവിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതിനാൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ജോലി ലഭിക്കാൻ ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. ഇതിനോടകം 3 ഇന്ത്യൻ മാസ്റ്റേഴ്സ് ഡിഗ്രികളും ഒരു UK MSc-യുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. തന്മൂലം ഒരു ജോലി സ്ഥലത്ത് നിന്നും മറ്റൊന്നിലേക്കുള്ള കൂടുമാറ്റം എളുപ്പമായിരുന്നു എന്ന് പറയാം. മാത്രമല്ല ആ മാറ്റങ്ങൾ കൂടുതൽ വളരാൻ അദ്ദേഹത്തിന് സഹായകമായിട്ടുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപ് UK-യിലെ വെയിൽസിലേക്ക് കുടിയേറുകയും ഉപരിപഠനം നടത്തുകയും ചെയ്ത അദ്ദേഹം നിലവിൽ ഭാര്യയോടും മകനോടൊപ്പം അവിടെ താമസിച്ച് UK സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിലധികം ഫോസ് എന്ന യൂട്യൂബ് ചാനലിലെ മെസ്സേജുകളുടെ വീഡിയോ തയ്യാറാക്കി അയച്ചു തന്നിരുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ പങ്കുവയ്ക്കുന്ന മോട്ടിവേഷൻ ടോക്സിന്റെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതിന് തുടക്കത്തിൽ അഡോബ് പ്രീമിയർ പ്രോയെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ കണ്ടും മറ്റും അദ്ദേഹം പഠിച്ച് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ആ നല്ല സുഹൃത്താണ് ഷൊർണൂരിൽ ജനിച്ചു വളർന്ന ശ്രീ ധനീഷ് പി. എനിക്ക് വ്യക്തിപരമായി ഏറെ അഭിമാനം തോന്നുന്ന ഒരു സഹപ്രവർത്തകനാണ് അദ്ദേഹം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ധനീഷിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാധാരണ നാം പറയാറുണ്ടല്ലോ, മാങ്ങയുള്ള മാവിലാണ് കല്ലെറിയുക എന്ന്. അധികാരികൾ അവരുടെ കീഴിലുള്ളവരുടെ കഴിവും അഭിരുചിയും ഭാവനാശക്തിയും ഒക്കെ കണ്ടെത്തി ഒരുപക്ഷെ അവരിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് പ്രതീക്ഷിച്ച് ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ അധികം ടാസ്കുകൾ അവർക്ക് കൊടുത്തെന്നിരിക്കും. അതൊരിക്കലും അവരെ ചൂഷണം ചെയ്യണമെന്ന താല്പര്യത്തോടെ ആകണമെന്നില്ല. ജോലി കൂടുമ്പോൾ ആർക്കും അവരുടെ അധികാരികളോട് നീരസവും പരിഭവവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതേസമയം പലപ്പോഴും നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നത് വർക്ക് പ്രഷർ കൂടുമ്പോഴാണ് എന്നതാണ് വാസ്തവം. അപൂർവമായി മറിച്ച് സംഭവിച്ചെന്നും ഇരിക്കാം. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന അധികാരികളും ഒരുപക്ഷെ ഉണ്ടാകാം. എങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അധികാരികളോട് നീരസത്തോടു കൂടി പ്രതികരിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ നന്നാവുക തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും തന്നിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് അധികാരികൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഇത്തരം അധിക സമ്മർദ്ദം വഴി ഓരോരുത്തരും കൂടുതൽ പഠിക്കാനും അനുഭവജ്ഞാനം നേടാനും അതുവഴി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള വാതായനങ്ങൾ അവർക്ക് തുറക്കപ്പെടാനും ഇടവരുമെന്നത് സത്യമാണ്.
ഇന്നത്തെ ന്യൂജൻ ആളുകളുടെ മനോഭാവം പലപ്പോഴും ഇതിന് വിഘാതമായിരിക്കാം. ഫലമോ അവരിൽ നിന്നുണ്ടാകാവുന്ന മുഴുവൻ നന്മയും പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിയാതെ പോകുന്നു. തൽഫലമായി കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് ഉയരാനോ വിജയങ്ങൾ നേടിയെടുക്കാനോ കൂടുതൽ മെച്ചപ്പെട്ട ജോലിയും ജീവിത സാഹചര്യങ്ങളും ഉണ്ടാക്കാനോ സാധിക്കാതെ വരുന്നു എന്നതാണ് വാസ്തവം. കഠിന സാഹചര്യങ്ങളോട് തുറവിയും ബുദ്ധിമുട്ടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ആർക്കും സാധ്യമാകും. അതിനുള്ള മനസ്സും തുറവിയും സ്ഥിരോത്സാഹവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.